സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയോട് തോറ്റ മത്സരം ഒരു തവണ കൂടി ഇരുന്ന് കാണേണ്ടി വന്നു. കണ്ടത് വേറെ ഒന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല. ആ മത്സരത്തിൽ നമ്മുടെ നോവ സദോവിന് കാര്യമായ രീതിയിൽ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സോ ആ മാച്ചിന് ശേഷം രണ്ട് അഭിപ്രായങ്ങളാണ് വന്നത്. ശരിക്കും ആ മാച്ചിൽ നോവ സദോ ഫോം ഔട്ടായിരുന്നു, ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാഞ്ഞതെന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് ഗോവ മനോലോ മാർക്കസ് അദ്ദേഹത്തിന്റെ കീഴിൽ ഓൾറെഡി നോവ സദോ കളിച്ചിട്ടുള്ളതാണ്. സോ ശരിക്കും നോവെ മനോലോ മാർക്കസ് ടാക്ടിക്കലി പൂട്ടിയതാണെന്ന് പറയുന്നവരുണ്ട്. സോ ഇത് ശരിക്കും എന്താണ് ആ മാച്ചിൽ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ മാച്ചിൽ ഇരുന്ന് കണ്ടത്. സോ ഇതിലെ ടാക്ടിക്കലി ടീം പൂട്ടിയതാണെങ്കിൽ അവിടെ നോവയുടെ ഒരു വീക്ക്നെസ് ആണ് പുറത്തേക്ക് വരുന്നത്. അത് മറ്റ് ടീമുകൾക്ക് കണ്ട് പഠിക്കാനും വരുന്ന മാച്ചുകളിൽ അത് ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്നെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ ഒരു മാച്ച് കണ്ടത്. സോ ഇതിൽ ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ടത് ഗോവയുടെ ലൈനപ്പാണ്. സാധാരണഗതിയിൽ തുടക്കം തൊട്ടുള്ള മാച്ചുകൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഉദാന്ത സിംഗ് ആണ് കളിച്ചു വരുന്നത്. പക്ഷേ കഴിഞ്ഞ മാച്ച് ബ്ലാസ്റ്റേഴ്സിനെതിരായ മാച്ച് മാത്രമല്ല, അതിന് മുൻപുള്ള മാച്ചിലും ബോറിസ് ഇങ്ങനെയാണ് റൈറ്റ് ബാക്ക് പോസ്റ്റിൽ കളിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ബ്ലാസ്റ്റേഴ്സിനെതിരായ മാച്ചിലേക്ക് വരുമ്പോഴും ഈ നോവ വേഴ്സസ് ബോറിസ് ആ ഒരു ബാറ്റിലാണ് വലിയ രീതിയിൽ ആ മാച്ചിൽ കണ്ടത്. ആൻഡ് ആ മാച്ച് നമ്മൾ കണ്ടപ്പോൾ എപ്പോഴൊക്കെ നോവയും ബോറിസും ഫേസ് ഓഫ് വരുന്നുണ്ടോ ഓരോ തവണയും നമ്മൾ എണ്ണിയെടുത്തു. അതിൽ ഓരോ തവണയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ ടോട്ടലി 22 തവണയാണ് ഈ നോവയും ബോറിസും തമ്മിൽ ഫേസ് ഓഫ് വരുന്നത്. അതായത് ഒരു 1-on-1 എന്ന രീതിയിൽ 22 തവണ വരുന്നുണ്ട്. ഇതിൽ 6 തവണയാണ് നോവ ബോറിസിനെ ബീറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ ഡ്രിബിൾ പാസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ബോറിസിനെ മറികടന്ന് അകത്തേക്ക് പാസ് കൊടുത്തതായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് വരുന്നത്. ഒരു തവണ ഷോട്ട് കൊടുക്കുന്നുണ്ട്, ഡ്രിബിൾ പാസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ല. പക്ഷേ ടോട്ടലി 6 തവണ നോവ ബോറിസിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ച് 8 തവണയാണ് ബോറിസ് നോവയെ മാർക്ക് ചെയ്യുന്നത്. അതായത് 1-on-1 സിറ്റുവേഷനിൽ ഡ്രിബിൾ ചെയ്യുന്ന സമയത്ത് പൊസിഷൻ റീഗെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ നോവയിൽ നിന്ന് പന്ത് തിരിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ നോവയുടെ പാസോ ഷോട്ടോ ബ്ലോക്ക് ചെയ്യുന്നതോ അങ്ങനെ 8 തവണ ബോറിസ് ആ ബോൾ വിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 8 തവണ നോവയ്ക്ക് ബോറിസിനെ മറികടക്കാൻ പറ്റാത്ത വിധത്തിൽ ബോറിസായിട്ട് ഫേസ് ഓഫ് വരുന്നുണ്ട്. പക്ഷെ നോവയ്ക്ക് ബീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നോവ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് ബാക്ക് പാസ് കളിക്കുന്നതോ മറ്റ് ഓപ്ഷൻസിലേക്കോ പോകുന്നതായിട്ടുള്ള 8 സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇവിടെ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ബോറിസ് തന്നെയാണ് വിജയിക്കുന്നത്. ബോറിസിനെ മറികടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ബാക്ക് പാസിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസിലേക്കോ നോവ ഇവിടെ ശ്രമിക്കുന്നത്. സോ ഇവിടെ ടോട്ടൽ കണക്ക് 22 പക്ഷെ ഇതിന് പുറമെ 2 തവണ ബോറിസ് നോവയിലേക്ക് പന്ത് എത്തുന്നതിന് മുൻപായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ടോട്ടലി 18 തവണ 24 തവണ ഫേസ് ഓഫ് വന്നതിൽ 18 തവണയും വിൻ ചെയ്യുന്നത് ഇവിടെ ബോറിസ് ആണ്. സോ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ കണക്കുകളൊന്നും വേണ്ട, മാച്ച് അവസാനിക്കുമ്പോഴും ആ മാൻ ഓഫ് ദി മാച്ച് കിട്ടുന്നതും ആൻഡ് കളി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം ഈ ബാറ്റിൽ തീർച്ചയായിട്ടും വിൻ ചെയ്തിരിക്കുന്നത് ബോറിസ് തന്നെയാണ്. പക്ഷേ ഇവിടെ എങ്ങനെ വിൻ ചെയ്തു അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇവിടെ വിൻ ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ആൻഡ് അവിടെ ഏറ്റവും അധികം എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നോവയുടെ പേസിനെ മാച്ച് ചെയ്യാൻ ബോറിസിന് സാധിച്ചു എന്നുള്ളതാണ്. 2 രീതിയിൽ റൺ കൊണ്ടുള്ള പേസും ഉണ്ട്, അതുപോലെ തന്നെ മൂവ്മെന്റ്സിനുള്ള പേസും ഉണ്ട്. നമുക്കറിയാം നോവ നല്ല പേസി പ്ലെയർ ആണ്. പ്രത്യേകിച്ചും കൗണ്ടർ സിറ്റുവേഷൻസിലേക്കൊക്കെ വൈഡിലേക്ക് ഒരു പന്ത് അതിലേക്ക് എത്തുമ്പോൾ ഈ ഫുൾ ബാക്ക് ഓൾറെഡി ഔട്ട് ഓഫ് പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഈ പറഞ്ഞ ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് നോവയ്ക്ക് പല സമയത്തും ഈ ഫുൾ ബാക്കിനെ പെട്ടെന്ന് ബീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. അതുപോലെ തന്നെ അതിന്റെ പെട്ടെന്നുള്ള ഡ്രിബ്ലിംഗ് മൂവ്മെന്റ്, പേസ് കൊണ്ടുള്ള പെട്ടെന്നുള്ള സ്പീഡ് മൂവ്മെന്റ്സ്, ട്വിസ്റ്റ് ചെയ്യുന്നതും ടേൺ ചെയ്യുന്നതും ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യാൻ അതായത് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ഇവിടെ ഒരു പേസി പ്ലെയറെ തന്നെ, സ്പീഡി പ്ലെയറെ തന്നെ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ബോറിസ് ഇങ്ങനെ ഈ റണ്ണ് മാച്ച് ചെയ്യാൻ, അതായത് കൗണ്ടർ സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴൊക്കെ നോവ സദോവിനൊരു ത്രൂ ബോൾ വരുന്നുണ്ടോ ആ സിറ്റുവേഷൻസിലെല്ലാം ഈ പന്തുമായിട്ട് ഓപ്പണന്റ് ഹാഫിലേക്ക് അല്ലെങ്കിൽ ഓപ്പണന്റ് ബോക്സിലേക്ക് ഇങ്ങനെ പാരലി കയറുന്നത് തടയാൻ ബോറിസിന് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഈ നോവയുടെ പേസിനോട് മാച്ച് ചെയ്തുകൊണ്ട് അതേ സ്പീഡിൽ റൺ ചെയ്ത് ഇറങ്ങി വന്ന് നോവയുടെ ഫ്രണ്ടിലേക്ക് എത്താൻ പലപ്പോഴും ബോറിസിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ആ വിങ് സ്പേസിൽ തന്നെ, ആ എക്സ്ട്രീംസിൽ തന്നെ നോവ ലോക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഈ ബോക്സിനകത്തേക്ക് കയറാനുള്ള കൗണ്ടർ സിറ്റുവേഷൻസിൽ പേസ് കൊണ്ട് ബോക്സിനകത്തേക്ക് കയറാനുള്ള ഒരു സിറ്റുവേഷൻ ബോറിസ് ഇവിടെ സ്പീഡ് കൊണ്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ചില സിറ്റുവേഷൻസിൽ ഈ ഡ്രിബിൾ ചെയ്യുന്ന സമയത്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ റൈറ്റിലേക്ക് പോയി പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് എടുത്ത് അങ്ങനെ ബീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെയും ബോറിസിന് മൂവ്മെന്റ്സിൽ ഒരു സ്പീഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സിറ്റുവേഷനിൽ ബോറിസിനെ ഈ പറഞ്ഞ പോലെ ആ ഒരു 1-on-1 സിറ്റുവേഷൻ ഫിസിക്കലി ബീറ്റ് ചെയ്ത് നോവ പോയതിനു ശേഷം ബോറിസ് അതേ സ്പീഡിൽ ഈ പറഞ്ഞ പോലെ നോവയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അതിലേക്ക് വരുന്നതും ബാക്കിൽ നിന്നൊരു ബ്ലോക്ക്, അദ്ദേഹം ഒരു പാസ് അകത്തേക്ക് വെക്കാൻ സമയത്ത് ബാക്കിൽ നിന്നൊരു ബ്ലോക്ക് ഇട്ട് ആ ഒരു നോവയുടെ പാസ് അകത്തേക്ക് പോവാതെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സംരക്ഷിക്കുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ ഇതുപോലെ ഫസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് റൈറ്റിലേക്ക് പോയി പിന്നെ ലെഫ്റ്റിലേക്ക് അദ്ദേഹം ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ബോറിസ് ബീറ്റായി. പക്ഷേ ആ ബീറ്റ് ആയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ബോറിസ് ലെഫ്റ്റിലേക്ക് വന്ന് നോവയുടെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് ബോറിസിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ആയിട്ട് കാണാൻ സാധിക്കുന്നത് അതിന്റെ സ്പീഡ്, മൂവ്മെന്റ്സിനുള്ള സ്പീഡാണ്. റൺ കൊണ്ടുള്ള സ്പീഡും മൂവ്മെന്റ്സ് കൊണ്ടുള്ള സ്പീഡും നോവയുടെ സ്പീഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ വന്ന് നോവയ്ക്ക് മുന്നോട്ട്
മുന്നോട്ടേക്ക് പോകാനുള്ള അല്ലെങ്കിൽ പാസ് കൊടുക്കാനോ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ആ വഴി ബോറിസ് നല്ല രീതിയിൽ തന്നെ ഇവിടെ അടയ്ക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് ബോറിസ് ഇവിടെ യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യം ക്വിക്കായിട്ടുള്ള ക്ലോസിംഗ് ഡൗണും ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പോൾ നോവ സദോവിനെ സംബന്ധിച്ച് അതിന് കുറച്ച് സ്പേസ് ഫ്രണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നോവയും ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന പ്ലെയർ തമ്മിലുള്ള അകലം എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് നോവക്ക് ഡ്രിബിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ കുറച്ച് സ്കില്ലുകളൊക്കെ യൂസ് ചെയ്ത് ആ പ്ലെയറിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ എപ്പോഴൊക്കെ നോവയിലേക്ക് പന്ത് എത്തുന്നുണ്ടോ അപ്പം തന്നെ വളരെ പെട്ടെന്നായിട്ട് സഡൻ ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്. നോവയിലേക്ക് വളരെ പെട്ടെന്ന് അടുത്ത് നിൽക്കാൻ ബോറിസിന് സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നോവയും ആ ഡിഫൻഡറും തമ്മിലുള്ള അകലം വളരെ കുറവായിരുന്നു. സോ നോവയ്ക്ക് ഇപ്പോൾ ഡ്രിബിളിംഗ് മൂവ്മെന്റ്സ് ആണെങ്കിലും സ്കില്ലുകളാണെങ്കിലും അധികം എടുക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല. സോ അവിടെ കൺജസ്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്തത് ഒരു പോയിന്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ പല പ്ലേയേഴ്സും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്ത ശേഷം പെട്ടെന്ന് പോയി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. ഹോർമിക്കൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ അറ്റാക്ക് ചെയ്യുന്ന ആളും ഡിഫെൻഡ് ചെയ്യുന്ന ആളും വരുമ്പോൾ ഇവിടെ ഒരു ആക്ഷനും റിയാക്ഷനും നടക്കുന്നുണ്ട്. ഇവിടെ ആര് ആദ്യം ആ ആക്ഷൻ ഇടുന്നോ അതിനനുസരിച്ച് രണ്ടാമത്തെ ആൾക്ക് റിയാക്ഷൻ ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ മറ്റ് മാച്ചുകളിലൊക്കെ നോവ സദോയിലേക്ക് ഒരു പന്ത് എത്തുമ്പോൾ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത് ഈ ഫുൾ ബാക്കിന് അല്ലെങ്കിൽ ഓപ്പണന്റ് ഡിഫൻഡറിന്റെ ഒരു ആക്ഷന് വേണ്ടിയിട്ടാണ്. ആ ആക്ഷന് റിയാക്ഷൻ ഇടാണ് പലപ്പോഴും ഈ നോവ സദോ ചെയ്യുന്നത്. ഓപ്പണന്റ് പ്ലെയർ ഡിഫൻഡർ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് മുന്നോട്ട് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് റിയാക്ഷൻ ഇട്ട് അതിനനുസരിച്ച് ബോളിന്റെ പൊസിഷൻ മാറ്റിയിട്ട് ആ പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ നോവക്ക് സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ബോറിസിന്റെ സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ അവിടെ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ബോറിസ് അല്ല. ബോറിസ് വെയിറ്റ് ചെയ്യാണ്, പേഷ്യൻ്റ്ലി ക്ലോസ് ഡൗൺ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവിടെ അങ്ങനെ ബോറിസ് വെയിറ്റ് ചെയ്യുമ്പോൾ ആ ആക്ഷൻ ഇടേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട ഉത്തരവാദിത്തം നേരെ നോവയിലേക്ക് പോവാണ്. സോ നോവ ഫസ്റ്റ് ആ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. നോവ ഫസ്റ്റ് ആ ഒരു ആക്ഷൻ ഇടുന്നു. ഡ്രിബിൾ ചെയ്യാനോ അകത്തേക്ക് പോകാനോ കട്ട് ചെയ്യാനുള്ള ആ ഒരു ആക്ഷൻ ഇടുമ്പോൾ അതിനനുസരിച്ച് അവിടെ നോവ എന്ത് മൂവ്മെൻ്റ് ആണ് വരുത്തുന്നത് അതിനനുസരിച്ചാണ് പിന്നീട് ബോറിസ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോറിസിന് ഡിഫെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു. ബോറിസ് ഇങ്ങനെ മുന്നോട്ട് കയറി വരുമ്പോൾ അദ്ദേഹം പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുന്നു, ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യുന്നില്ല. ഒന്നല്ലെങ്കിൽ നോവ ഒരു മിസ്റ്റേക്ക് വരുത്തും, അല്ലെങ്കിൽ നോവ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രിബ്ലിംഗ് മൂവ്മെൻറ്റ് പെർഫോം ചെയ്യും. അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് ആ എന്താണോ നോവ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്ത് ആ പന്ത് ഡിഫെൻഡ് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ പല സമയത്തും ബോറിസിന് സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടെ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യുന്നില്ല, പേഷ്യൻ്റ് ആണ്. അതേസമയം ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നോവയെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുന്നു. നോവ ആക്ഷൻ ഇടുമ്പോൾ അതിനനുസരിച്ച് റിയാക്ഷൻ ഇട്ടിട്ട് ആ പന്ത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. സോ ഇവിടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ് ആണ് പല സമയത്തും ബോറിസിംഗ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിന് പുറമെ ഫോഴ്സ്ഫുള്ളി നോവയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കളിപ്പിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു സപ്പോർട്ട് ഈ പറഞ്ഞ ഡിഫെൻഡിങ്ങിൽ മുഹമ്മദ് യാസിർ ജേഴ്സി നമ്പർ 10 അതിന് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ രണ്ടുപേരും 2 vs 1 സിറ്റുവേഷൻ പല സമയത്തും നോവയ്ക്ക് ആ ഒരു ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ വരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നോവയ്ക്ക് സെൻട്രലി ഇങ്ങനെ ക്യാരി ചെയ്ത് അപ്പുറത്തേക്ക് എത്തി അങ്ങനെ ആ ഒരു ക്യാരി ചെയ്ത് വരുമ്പോൾ തന്നെ അതിനൊരു കോൺഫിഡൻസ് കിട്ടും. സോ ആ കോൺഫിഡൻസ് കിട്ടുന്ന ഫാക്ടർ എലിമിനേറ്റ് ചെയ്യാനും ആ സെൻട്രലിൽ നിന്ന് പന്ത് ഇങ്ങനെ ക്യാരി ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാനും പല സമയത്തും ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് വഴി യാസിറിൻ്റെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് വിങ്ങിൽ കിട്ടുന്നത് വഴി അവിടെ ഗോവയ്ക്ക് അത് ഡിഫെൻഡ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കാറുണ്ടായിരുന്നു. സോ ഇവിടെ ബോറിസിംഗ് അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഡിഫെൻസീവിൽ ഒരു സ്പേസും കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ആശയമാണ് വിങ് സ്വിച്ച് ചെയ്താൽ പോരെ അല്ലെങ്കിൽ അപ്പുറത്തെ വിങ്ങിലേക്ക് പോയാൽ പോരെ എന്നുള്ളത്. അതിന് നോവ 2 തവണ ഈ മാച്ചിൽ ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തിലും സെക്കൻഡ് ഹാഫിൻ്റെ അവസാനത്തിലും. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ആ സമയത്ത് വിങ് സ്വിച്ച് ചെയ്ത് നോവ റൈറ്റിലേക്ക് പോകുന്നുണ്ട്. റൈറ്റിലേക്ക് പോകുമ്പോൾ ലൂണയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. റൈറ്റ് സൈഡിൽ കളിച്ചത് രാഹുൽ KP ഡ്രോപ്പ് ചെയ്ത് മിഡിലേക്ക് ഒരു റൈറ്റ് സൈഡിൽ ഒരു 4-3-3 ഫോർമേഷനിലേക്കുള്ള ഒരു മാറ്റം ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം അല്ലെങ്കിൽ ആ സമയങ്ങളിൽ കാണാം. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ആ രാഹുൽ പുറയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ രാഹുലിനൊരു മിസ്റ്റേക്ക് അവിടെ വരുത്തുന്നുണ്ട്. രാഹുൽ വരുത്തുന്നൊരു ബാക്ക് പാസ് അദ്ദേഹം മധ്യനിരയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് വരുന്നൊരു മിസ് പാസ് ഇപ്പുറത്ത് ഗോവ പിടിച്ചെടുത്ത് ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുന്നതും ശേഷം ആ ഫ്രീ കിക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റിലിടിച്ച് മടങ്ങുന്നതും കാണാം. സോ ഇത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആ ഇൻസിഡൻറ്റിന് തൊട്ട് ശേഷം വീണ്ടും നോവ ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട്. വീണ്ടും ബോറിസിൻ്റെ ആ ഒരു പിടിയിലേക്ക് തന്നെ നോവ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഹാഫിൽ രാഹുൽ സബ്ബായി കോറൂസിംഗ് വന്നതിന് ശേഷമാണ് പിന്നെ നോവ റൈറ്റിലേക്ക് വരുന്നത്. അവിടെ കോറൂസിംഗ് ലെഫ്റ്റിലേക്ക് വരുന്നു. നോവയ്ക്ക് ആ ഫ്രീ റോളും ഈ പറഞ്ഞ പോലെ റൈറ്റിൽ നോവയും വരുന്നുണ്ട്. സോ ഇവിടെ ലെഫ്റ്റിലേക്ക് കളിപ്പിക്കാൻ രാഹുൽ ലെഫ്റ്റിൽ കളിക്കുന്ന നമ്മൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ലൂണയെ വിട്ടിട്ട് രാഹുലിനെ ഇറക്കി കളിപ്പിച്ചത്. സോ നമുക്കവിടെ കറക്റ്റ് ഒരു പ്ലെയർ ആയിരുന്നില്ല റൈറ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും കഴിഞ്ഞ മാച്ചിൽ നോവയ്ക്ക് ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവാനുള്ളൊരു കാരണമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ബോറിസിംഗിൻ്റെ അടുത്ത് മാത്രം വരുമ്പോഴല്ല റൈറ്റിലേക്ക് നോവ വരുമ്പോഴും ചില ഒരു സിറ്റുവേഷൻ സെൻട്രലി വരുമ്പോഴൊക്കെ നോവ ബീറ്റൺ ആവുന്നുണ്ട്. നോവയുടെ ഫസ്റ്റ് ടച്ച് മോശമാവുന്നു, നോവയ്ക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ ബോറിസിനോട് മാത്രമല്ല ഇപ്പുറത്തെ സൈഡിൽ മറ്റ് പ്ലേയേഴ്സിനോടും ഈ സെയിം സംഭവം ഉണ്ടായിരുന്നു. സോ അവിടെ ഒരു ഫോമൗട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ തുടക്കം തൊട്ടേ ബോറിസ് ഇങ്ങനെ പ്രഷർ ചെയ്തതുകൊണ്ടും തന്റെ പഴയ ടീമിനോട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം തുടക്കം തൊട്ടേ ഫീൽ ചെയ്തുകൊണ്ട് ആ കോൺഫിഡൻസ് ലെവൽ പിന്നീട് തിരിച്ചെടുക്കാൻ മെന്റലി നോവയ്ക്ക് സാധിക്കാത്തത് കൊണ്ടുകൂടിയായിരിക്കണം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. നോവയെ പൂട്ടി എന്നുള്ളത് കറക്റ്റാണ്. ഈ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴും കറക്റ്റ് പ്ലെയറിനെ തന്നെയാണ് നോവയ്ക്കെതിരെ യൂസ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ സ്പീഡിനെ മാച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നോവയുടെ സ്പീഡിനെ മാച്ച് ചെയ്യാൻ ഏതെങ്കിലും ഡിഫൻഡറിന് സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെയധികം ഡള്ളാവും.
ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു മാച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അത് ബോറിസൺ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു മെജോറിറ്റി സിറ്റുവേഷനിൽ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു മാച്ചിൽ ഞാൻ രണ്ടാമത് കണ്ട് ടൈം കുറേ അധികം സ്പെൻഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇതിൽ തെറ്റുകളോ മിസ്റ്റേക്സോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.